അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നിരിക്കുന്നു. ഞങ്ങൾ അമ്പലങ്ങളിൽ പോവാണ്. ഗൈസ്, അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണേ. ആളുകളൊക്കെ കയറാൻ വരുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റ് ബസ്. 3 അമ്പലങ്ങളുണ്ട്. സൈഡ് സീറ്റില്ല, കാണിക്കാതെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അക്കയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഓക്കെ പോവാണ് ഗൈസ്. ബോറടിക്കുന്നു. അപ്പം ഗൈസ്, ഞങ്ങൾ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നടന്നു പോവാം. എന്താണെന്നറിയാമോ, ഒരു മണ്ഡപം നോക്കി പോവാം. കുളിച്ചിട്ട് ഇനി അമ്പലത്തിൽ പോകാനാണ്. അപ്പോൾ എല്ലാവരും ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഒരു മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്, എത്തിയില്ല ഇതുവരെ. ഇരുട്ട. അമ്മച്ചിരുന്ന് പൈസ പിരിക്കുക. 25 രൂപ വെച്ച് എല്ലാവരും കുളിക്കുന്നതിനൊക്കെ. അമ്പലത്തിൽ പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങളൊരു ടീ കുടിക്കാനായിട്ട് വന്നു. എല്ലാവരും വരുന്നതേ ഉള്ളൂ. അതാണ് ഗുരു ടെമ്പിൾ ഉണ്ട്. ആ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പൂ മേടിക്കാനായിട്ട് അക്കയും അണ്ണനും കൂടെ കയറിയതാണ്. അപ്പോൾ അമ്പലത്തിൽ കയറാം. ഓക്കെ, ഇതാണ് ഗുരു ടെമ്പിൾ. കണ്ടോ, അക്കയൊക്കെ പൂ മേടിക്കാനായിട്ട് നിൽക്കുക. ഇത് ഫസ്റ്റ് അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേര് ഞാൻ അങ്ങനെ ഞങ്ങൾ തൊഴിലെല്ലാം കഴിഞ്ഞ് ഗുരു ടെമ്പിളിലേക്ക് വന്നതാണ്. ടെമ്പിൾ നെയിം ഈസ് ഇൻ തമിഴ്. നോക്കട്ടെ, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കൂ ഗെയ്സ്. എന്താ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കി വായിച്ചിട്ട് പറയാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ തിരുനാഗേശ്വരം കോവിൽ, ഇത് കുംഭകോണം ആ റൂട്ടാണേ. അപ്പം കാണിക്കാം. അതാണ് ടെമ്പിൾ. ഇപ്പോൾ വണ്ടി അടങ്ങി വെച്ചേനെ. അപ്പോൾ അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം, തിരുനാഗേശ്വര കോവിൽ. അകത്ത് കയറിയിട്ട് വരാമേ. ഓക്കെ, 74 നക്ഷത്രങ്ങൾ, സോറി 72 വരെ ഉണ്ടല്ലോ. ഇത്രയും വരെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഈ അമ്പലത്തിലെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിൽക്ക് നമ്മൾ അതിൽ ആ ബിംബത്തിൽ ഒഴിക്കുമ്പോൾ അത് ബ്ലൂ കളറായിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെയൊക്കെ ക്യൂ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അതാന്ന് കണ്ടോ എഴുതിയിരിക്കുന്നത് എന്തുവാ, ഗംഗ. ഞങ്ങൾ വന്ന സൂര്യ ടെമ്പിളിലാണേ. ഇവിടെ കയറിയിട്ട് പറയാം. ഈ സമയമാണ് നല്ല തിരക്കാണ്. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സൂര്യൻ്റെ ടെമ്പിളാണ്. ആണ്ടോ, അകത്ത് കയറാനായിട്ട് ഭയങ്കര തിരക്ക്, ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾ പുറത്തിറങ്ങി. ആണ്ടോ, പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് നിറയെ തിരക്കുണ്ട്. ഉച്ച സമയമായിട്ടാന്ന് തോന്നുന്നു. ഒരു സൈസിലെ പ്രസാദം കിട്ടി. വേറൊന്നുമല്ല, റവയാണ്. റവയും പഞ്ചസാരയും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി ആണ് ഞങ്ങളുടെ ബസ്സിൻ്റെ പേര്. കണ്ടോ, ഞങ്ങളുടെ ബസ്സാണ്. വേറെയും ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ട്. എന്താ ഒത്തിരി തിരക്കാണ്, സൺഡേ അല്ലേ. അങ്ങനെ അമ്പലത്തിലും പോയിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിരുന്നു. ഇനി അടുത്ത അമ്പലത്തിൽ പോകണം. എല്ലാവരും എത്തിയിട്ടില്ല. എത്താൻ കുറേ പേരുണ്ട്. സൂര്യൻ്റെ ടെമ്പിളിലാണ്. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വേഗം തൊഴുതിട്ട് കയറി. ശുക്രൻ്റെ അമ്പലത്തിൽ വന്നേക്കോ ഞങ്ങൾ. ശുക്ര ഭഗവാന്റെ ആണ് ശുക്രൻ്റെ അമ്പലം. കണ്ടോ എഴുതിയിരിക്കുന്നത്. എനിക്ക് വായിക്കാമെങ്കിൽ വായിക്കട്ടാ, തമിഴില്ല, എനിക്കറിയത്തില്ല. ഇവിടെയും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇത് വേറെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം പണി നടക്കുന്നതേ ഉള്ളൂ. നടക്കുന്നേ ഉള്ളൂ. ഒക്കെ ഐതിഹ്യമൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കുറേ വിഗ്രഹങ്ങളുണ്ട്. നമ്മൾ മാരിയമ്മൻ കോവിലാണ് വന്നേക്കുന്നത്. ഒന്നും കാണുന്നില്ല. മാരിയമ്മൻ കോവിലാണ്. അകത്ത് ഭയങ്കര തിരക്കാണ്.
ഭയങ്കര തിരക്കാണ്. അത് പട്ടുകൾ നിറയെ പട്ടുകൾ. അത് ഇതെല്ലാം വന്ന് ബാക്കി വന്നതെല്ലാം അവർ എടുത്തോണ്ട് പോവാം. ഈ റൂമിലൊക്കെ നല്ല കൂളിംഗ് ഉണ്ട്. പക്ഷേ നല്ല കൂളിംഗ്. ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം ചുറ്റിക്കെട്ടി ഇട്ടേക്കുക. ഉണ്ടോ? നമുക്കെല്ലാം ഒരുപോലെയൊക്കെ തോന്നും. എല്ലായിടത്തും ഇതുപോലത്തെ ഈ എന്തോന്ന് ആളിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിലും ഉണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്. കല്യാണ പെണ്ണും ചെറുക്കനുമാണ്. അനാഥപ്രാതം പോലെയാണ് പോകുന്നത്. ക്യാമറാമാനും ഇല്ല, ആരുമില്ല. ഇവർ തൊഴുതിട്ട് അവരെ വഴിക്ക് അങ്ങ് പോവുക. കണ്ടാ, ആരും നോക്കാനും ഇല്ല, കാണാനും ഇല്ല. അപ്പം ഇങ്ങനെ 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 കെട്ടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇനി 1-2 അമ്പലങ്ങളുണ്ട്. എൻ്റെ ഫോൺ ചാർജ് തീരാറായി. ഇപ്പം ചാവും, മരിക്കും. വീഡിയോ കൊച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചാർജ് ചെയ്യാനൊന്നും നോ രക്ഷ. സോ ആണെങ്കിൽ എടുക്കാം. ഓക്കെ, ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കാൻ പോവാണ്. മക്കളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനും കഴിക്കാൻ പോവാണ്. സോ ഗൈസ്, കഴിച്ചിട്ട് പിന്നെ കാണാം. നന്ദലാൽ റിവർ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അമ്പലത്തിൽ പോകുന്നതിൻ്റെ പാട്ടാണ്. ഇനി ശനീശ്വരൻ്റെ ടെമ്പിളിൽ പോവുക. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ചിലർ കുളിക്കും, ചിലർ കൈയും കാലും കഴുകും. ഞങ്ങൾ രാവിലെയൊക്കെ കുളിച്ചല്ലേ, എപ്പോഴും കുളിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ കൈയും കാലും മുഖമൊക്കെ കഴുകാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ശനീശ്വരൻ്റെ ടെമ്പിളിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഹായ്, നല്ല ശനീശ്വരൻ്റെ ടെമ്പിളാണ്. ഞങ്ങൾ ശനീശ്വരൻ്റെ അടുത്തെത്തേക്കാണ്. ഞാൻ ശനിദശയിലാണ് ജനിച്ചുകൊണ്ട് ശനി അടുത്ത് വരെ പോകാനായിട്ട്, അമ്പലത്തിൽ വരാനായിട്ട് വന്നു. ഞങ്ങളെല്ലാം അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞു. ഇനി അടുത്തത് ലാസ്റ്റായിട്ട് പോകുന്നത് വേളാങ്കണ്ണിയിലായിട്ടാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ബൈ ബൈ. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിതായിരിക്കുന്നു. നല്ല തിരക്കാണ്. ഭയങ്കര തിരക്ക്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കടൽ കാണാൻ വന്നതാണ്. കടൽ കണ്ടിട്ട് പിന്നെ പള്ളിയിൽ കയറാമെന്ന് വെച്ച്, അല്ലെങ്കിൽ ലേറ്റാവും. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുക കടൽ കാണാൻ. കടൽ കണ്ടിട്ട് എവിടോട്ടാണെന്ന് അറിയത്തില്ല. ആ സൈഡിൽ നിന്നാണോ? ആ സൈഡാണോ? ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുവാണ്. ആളുകളൊക്കെ നിറയെ ആളുകളുണ്ട്. ബീച്ചിലൊക്കെ ഓരോരുത്തർ പോയിട്ട് വന്നതാണ്. ഞങ്ങളങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഉണ്ടോ? അങ്ങനെ ബീച്ച് അങ്ങോട്ടാണ് പോകേണ്ടത്. ഭയങ്കര തിരക്കാണ്. പോയി ഉള്ളിലോട്ടായിരിക്കണം. അല്ല, സൈഡിലോട്ടൊക്കെ തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഭയങ്കര തരാം കേട്ടാ. കാല് ഇവിടെ വരെ ഭയങ്കര തരാം. ഓ, രാത്രിയായി പോയി. അല്ലാതെങ്കിൽ ഇറങ്ങായിരുന്നു. അല്ലാതെങ്കിൽ ഇറങ്ങായിരുന്നു. സോ ഗൈസ്, ഫോണും ഷൂസും ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. കടൽ ഏത് ഭാഗത്തിട്ടാലും കടൽ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് കൈ പിടിച്ചേക്കുക. അതുകൊണ്ട് വലുതായിട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി എന്നെങ്കിലും വരണം. ഭയങ്കര തിരയാണ് കേട്ടാ. നിർത്തിയിട്ടേക്കുക. ഇതുവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. 10:45. ഞാൻ നാളെ എങ്ങനെ സ്കൂളിൽ പോകും? അവിടെ എല്ലാവരും കയറുന്നതേ ഉള്ളൂ. വണ്ടി പോയി സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറയാം. എല്ലാ വണ്ടികളും പോയി. കണ്ടാ, എല്ലാവരും ഇരിക്കുന്നതേ ഉള്ളൂ. സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. ഇതുവരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. സമയത്രയെന്ന് പറയട്ടെ.
സമയം 2:04, 5 മിനിറ്റ് സ്ലോ ആണേ. അല്ലേ, മണി ഇത്രയും നേരമായി, വീട്ടിൽ എത്തിയിട്ടില്ല. ഇന്നലെ പോയതാ അവസ്ഥ. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയിട്ട് സ്കൂളിൽ പോകാനാ. എന്നിട്ട് ഞങ്ങളുടെ സ്ഥലം എത്തിയില്ല, അരമണിക്കൂറും കഴിഞ്ഞ്. എന്തോ ഒരു സ്ഥലമാണ്. ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയാണ്, ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാവരും ഇറങ്ങി, ഞങ്ങളുടെ ബസ് പാസ് ചെയ്ത് പോയി. ഞങ്ങൾ അതാ എത്തിയിരിക്കും. ഇപ്പോൾ